നമസ്കാരം മാഷെ. നമസ്കാരം. വീണ്ടും H1B വിസയെക്കുറിച്ചാണ്. അമേരിക്കയുടെ ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ സമീപനം വലിയ ശ്രദ്ധേയമായിട്ടൊന്നാണ്. ഇന്ത്യക്കാരുടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നമായിരുന്നു ഒരു അമേരിക്കൻ മണ്ണിലേക്ക് പോയി അവിടെ ഒരു സ്വപ്നം അവരുടെ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുക എന്നത്. ആ സ്വപ്നങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഈ H1B വിസ നിയന്ത്രണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന സന്തോഷകരമായ വാർത്ത സന്തോഷമാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെങ്കിലും പക്ഷെ അത് പ്രൗഢമായിട്ട് നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. മോഡി അതിനെതിരായി തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. മാഷ ഈ ഒരു റിപ്പോർട്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അത് ആദ്യം വേണ്ടത് എൻ്റെ രാജ്യം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിലും രാജ്യം ഫസ്റ്റ്. അപ്പോൾ ഒരു വലിയ ആശ്വാസമുള്ളത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യർ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ ഒക്കെ അവരുടെ കഠിനാധ്വാനം കൊണ്ടും അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടും അവരുടെ റിസ്ക് എടുക്കാനുള്ള മനസ്സുകൊണ്ടും അമേരിക്കയിൽ ചെന്നുപെട്ട് അവിടുത്തെ ഏറ്റവും ഉയർന്ന ജോലിയിൽ ഏറ്റവും ബുദ്ധിമാന്മാർക്ക് ചെയ്യാവുന്ന ജോലിയിൽ അവരുടെ കഴിവുകൊണ്ട് സ്കില്ലുകൊണ്ട് ശേഷി കൊണ്ട് തെളിയിച്ച് അവിടുത്തെ വലിയ ഉന്നത പദവികളിൽ എത്തിപ്പെട്ടു. അതിൻ്റെ സാമ്പത്തിക പുരോഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. തീർച്ചയായിട്ടും അവർക്കുണ്ടായ പുരോഗതി രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പൊടുന്നനെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു വലിയ തിരിച്ചടി വരികയാണ്. ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും അത് ട്രംപ് എന്തിനാണ് ഈ കളി കളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന നാട്ടിന് മനസ്സിലായി. റിപ്പബ്ലിക്കൻ പൊളിറ്റിക്സ് കളിച്ചിട്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ, ഏത് പൊളിറ്റിക്സ് ആയാലും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയിട്ട് ഒരു ഗുരുതരമായ ക്രൈസിസ് ഒക്കെ നേരിടേണ്ടി വരുമ്പോഴാണ്, ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒക്കെ മുമ്പിൽ എത്തുമ്പോഴാണ് ഒന്ന് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, രണ്ട് അമേരിക്കയുടെ ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശ നയം, സാമ്പത്തിക നയം, ഇത് രണ്ടും ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ. അതാണല്ലോ അടിസ്ഥാന പ്രതിസന്ധി, അതാണല്ലോ മൗലികമായ പ്രശ്നങ്ങൾ. അത് പരിഹരിക്കാൻ ഒരു ഭരണകൂടം പരാജയപ്പെടുമ്പോൾ പിന്നെ എടുക്കുന്ന നമ്പറാണ് ഈ വംശീയത, കുടിയേറ്റക്കാരൻ, വിദേശി, സ്വദേശി. അത് മറച്ചു വെക്കാൻ. അപ്പോൾ ഉറപ്പിച്ചോളൂ, അങ്ങനെ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭരണകൂടം എപ്പോഴെങ്കിലും വെച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഒന്നാം ട്രംപ് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ ട്രംപിന്റെ രണ്ടാമത്തെ വരവിൽ അദ്ദേഹം തന്നെ ദുർബലനാണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായതിന്റെ തെളിവാണ്. അടിപതറിയിരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധിയാണിത്. പക്ഷേ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ സന്തോഷം, ഒരു സമാധാനം, ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ഈ പ്രതിസന്ധി വന്നപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ രാജ്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പരിഹാരം എന്ത് എന്നുള്ളത്, പക്ഷെ പരിഹാരം ഓരോ ഇന്ത്യൻ ഇൻഡിവിജ്വലും, ഇന്ത്യൻ പൗരനും ആലോചിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി പരിഹാരം ആലോചിക്കുകയും അവരുടെ ജീവിതത്തിലുണ്ടായി തിരിച്ചടിക്ക് എന്താണ് ഇനി പോംവഴി എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരുണ്ടായി, ഒരു ഗവൺമെന്റ് ഉണ്ടായി, ഒരു രാഷ്ട്രത്തലവന്മാരുണ്ടായി എന്നുള്ളതാണ് അവരുടെ. പക്ഷേ ഇവിടുന്ന് പോയ ഈ സാധാരണ മനുഷ്യർ, ഇവിടുന്ന് പോയ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പോയ സത്യനാഥല്യമാരും സുന്ദർ പിച്ചൈമാരും അവിടെ മറ്റൊരു ലോകമുണ്ടാക്കി. ആ ലോകം പണിയുന്നതിൻ്റെ മുന്നണിക്കാരായിട്ട് അവർ മാറിയിട്ട് മുന്നോട്ട് പോകുമ്പം അവർ വർക്ക് ചെയ്യുന്ന ആ കമ്പനികൾ ഇതിനെ എതിർക്കുന്നു. തീർച്ചയായിട്ടും കമ്പനികൾ എതിർക്കാനുള്ള കാരണം മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഷാർപ്പായിട്ടാണ് മോദി അവരുടെ കരണത്തടിക്കുന്ന വർത്താനാണ് പറഞ്ഞത്. ഒന്നോർത്തോളൂ, അത് ശാപവചനം പോലെയാണ് പറഞ്ഞത്. ഒന്നോർത്തോളൂ, ഇന്ത്യക്കാരെ നിങ്ങൾ തിരിച്ചയച്ചാൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. യോഗി പോലുള്ളൊരു നഷ്ടം ഉണ്ടാവുക, ഭയങ്കര നഷ്ടം ഉണ്ടാവും. കാരണം അത് അദ്ദേഹത്തിന് മുമ്പിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ആകെ എന്താണ് ഈ H1B വിസയുടെ പ്രത്യേകത? അത് സാങ്കേതിക വിദ്യയിൽ മികവുള്ളവർക്ക് മാത്രം, മികവ് തെളിയിച്ചവർക്ക്, ഒരുപാട് ഘട്ടങ്ങൾ പരീക്ഷിച്ചിട്ടാണ് റിക്രൂട്ട് ചെയ്യുക. മികവ് തെളിയിച്ചവർക്ക് നിരുപാധികം കൊടുക്കുന്ന വിസയാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എത്തിപ്പെടുന്ന ആ വിസയിൽ വന്നു ചേരുന്നവർക്ക് അമേരിക്കൻ പൗരന്മാർക്ക് കൊടുക്കുന്ന അതേ സ്റ്റാറ്റസ് കൊടുക്കും, തത്തുല്യമായ ശമ്പളം, ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കും. അങ്ങനെ കുറച്ചു കാലം ആയിട്ട് ഇന്ത്യൻ പൗരന്മാരവിടെ ചെന്നു, അവർ കഴിവ് തെളിയിച്ചു വന്നപ്പോൾ H1B വിസ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇന്ത്യക്കാർക്കാണ്. അതിന് ആരെങ്കിലും കെറിവ് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? കണ്ണുകടി കൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ ട്രംപ് ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ശരിയാണ്. ട്രംപിൻ്റെ സാമ്പത്തിക കാര്യ വകുപ്പ് കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ അമേരിക്കയിൽ ഒരു ശരാശരി അമേരിക്കൻ പൗരന് ഒരു കൊല്ലം ഉണ്ടാകുന്ന വരുമാനത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഇന്ത്യക്കാരനുള്ളത്. ഇരട്ടിയോളമാണ്. അവർ പറഞ്ഞൊരു കണക്ക് ഇങ്ങനെയാണ്, ഒരു വർഷം
ഒരു ശരാശരി അമേരിക്കക്കാരൻ്റെ വരുമാനം $70,000 ഓക്കെ. ട്രംപ് തന്നെ കണ്ടെത്തി, ട്രംപിൻ്റെ ഭരണകൂടം തന്നെ ബൈഡൻ്റെ ഭരണകൂടം അതിന് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുന്ന് പോയി കഷ്ടപ്പെട്ട് നാട് വിട്ട് പണിയെടുക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, ഈ അമേരിക്കൻ ടെക്കികൾ, അമേരിക്കൻ ഇന്ത്യക്കാരുടെ ശരാശരി ഒരു വർഷത്തെ വരുമാനം $1,20,000 ഏതാണ്ട് ഇരട്ടിയോളം. അത് ആരുടെ കുറ്റമാണ്, ആരുടെ കണ്ണുകടിയാണ് ഇതിന്റെ വിഷയം? കണ്ണുകടിയാണ്, സത്യത്തിൽ കണ്ണുകടി. ഈ കണ്ണുകടി ആരുടേതാണെന്ന് അറിയാവോ? കണ്ണുകടി ഒരു അമേരിക്കൻ സെന്റിമെന്റ്സ് ഉണ്ടാവും ഇതിനകത്ത്. അവർ അന്യനാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെക്കാളും അമ്പന്മാരായി. അമേരിക്കൻ സെന്റിമെന്റ്സ് ചരിത്രമില്ലാത്തവന്റെ സെന്റിമെന്റ്സ് അതായിരിക്കും. അത് ശരിക്കും സംസ്കാരമുള്ളവൻ അങ്ങനെ തോന്നൂല. സംസ്കാരമുള്ളവൻ അതിഥി ദേവോ ഭവ എന്നേ പറയുള്ളൂ, നമ്മളെ പോലെ. അത് പറയാൻ പറ്റൂല മറ്റവന്, അവനത് പറയാൻ പറ്റില്ല. 600 വർഷത്തെ ചരിത്രമുള്ള അതില്ലാത്തതുകൊണ്ടാണ്, അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മോദി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുഭവിക്കും. എന്താ കാരണം? അമേരിക്കയിൽ ഈ പറഞ്ഞ നമ്മൾ പറയില്ലേ, എന്താണ് പറയുക, സിലിക്കൺ വാലി എന്ന് പറയുന്ന ലോകമുണ്ടല്ലോ, ടെക്നോളജിയുടെ ലോകമുണ്ടല്ലോ, അത്തരം ലോകങ്ങളൊക്കെ ആര് തീർത്തതാണ്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. പ്രധാനപ്പെട്ട അമേരിക്കൻ ടെക്കി കമ്പനികൾ, ലോകത്തെ കീഴടക്കിയ കമ്പനികളുടെ ഒക്കെ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന, നമ്മുടെ നാക്കിൻ തുമ്പത്ത് വരുന്ന ആദ്യത്തെ 2 പേരെങ്കിലും ഇപ്പോൾ റോബിൻജി പറഞ്ഞ പോലെ ആദ്യത്തെ 2 പേര് സുന്ദർ പിച്ചൈയാണ്. ആലോചിച്ചു, സത്യം എന്നതല്ല, നമ്മൾ പറഞ്ഞത് തമാശയുണ്ടല്ലോ, സത്യവും അല്ല, നമ്മൾ പറയാറുണ്ടല്ലോ സത്യവും സുന്ദരവും ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും പോലെ. അത് ദൈവത്തിന്റെ ഏറ്റവും കനത്ത 2 മൂല്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 മൂല്യങ്ങളാണ്, സത്യവും ശിവവും എന്ന് പറയുന്നത്, സുന്ദരവും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് മോദിയെ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. നിങ്ങൾ ഈ സാമ്രാജ്യം മുഴുവൻ കെട്ടിപ്പടുത്തത് ഞങ്ങളുടെ കുട്ടികളുടെ ചോര നീരാക്കിയാണ്. അതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുത്തിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആ കൂറും കടപ്പാടും ഉണ്ട്, ഞങ്ങളത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അകാരണമായി അവർ ഇന്ത്യക്കാരായി എന്ന ഒറ്റ കുറ്റത്തിന് നിങ്ങൾ തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ അതിന് പകരം നടപടികൾ അത് വെറുതെ പറയാവില്ലല്ലോ. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സിങ് വേണ്ട ഇന്ത്യയിൽ. വിവരറിയും. അതിലാണ് ഭയപ്പെടുന്നതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്കാർക്ക് H1B വിസ ഇല്ലെങ്കിൽ മോദിയല്ല ഞങ്ങളൊക്കെ അനുഭവിക്കും എന്ന് ഈ കമ്പനികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിള് പറഞ്ഞിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അവസരം മുതലാക്കി അവിടെ അതാണ് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ഏത് മാർഗത്തിൽ ഒരു വാതിൽ അടയുമ്പോൾ വേറൊരു വാതിൽ തുറക്കുമെന്ന് പറയില്ലേ, ദൈവം ആവശ്യമുള്ള നേരത്ത് അവന്റെ ഉദ്ദേശം വേറെ ആണെങ്കിലും ഒരു വാതിൽ തുറന്നു. അതെ അല്ലേ. അവൻ പണ്ട് ഈ ബഷീർ പറയുന്നുണ്ടല്ലോ, അവൻ പല കോലത്തിലും വരും, ചിലപ്പോൾ പുനലൂർ രാജനായും വരും എന്ന് പറയില്ല. ബഷീർ ഭ്രാന്താകുമ്പോൾ പറയുന്നതാണ്. ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ, അവനെ കുറിച്ച് പറയുന്നതാണ്. അവൻ പല രൂപത്തിലും വരും, സൂക്ഷിക്കണം, ചിലപ്പോൾ പുനലൂർ രാജൻ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ചൈനയായും വരും. അത് വന്നോട്ടേന്നേ. അപ്പൊ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് 2 കാര്യമുണ്ട്. ഇപ്പം നമ്മളെ പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഈ വിദ്യ നേടാനായി ചൈനയിൽ പോകേണ്ടി വന്നാലും അത് പോകണം. ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടണം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മാനങ്ങളുള്ള അർത്ഥം. ചൈനയെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, കൾച്ചറിലൊട്ടും. അവർ ഈ കൺഫ്യൂഷ്യസ് പറയും. ഈ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ ആ ഹദീസിൻ്റെ ശരിയായ വ്യാഖ്യാനം നിർവഹിച്ചവർ പറയുന്നത്, പ്രവാചകന്റെ കയ്യിൽ അന്ന് ദൈവം നേരിട്ട് കൊടുത്ത ജ്ഞാനം ഉള്ളപ്പോൾ അതിനേക്കാൾ മികച്ച എന്ത് ജ്ഞാനം നേടാനാണ് ചൈനയിൽ പോകാൻ പറഞ്ഞത്. എന്നിട്ട് ആ ചരിത്രം വിശകലനം ചെയ്തിട്ട് കോണ്ടസ്റ്റ് വെച്ചിട്ട് ഈ ടെക്സ്റ്റിനെ വ്യാഖ്യാനിച്ച ആളുകൾ പറയുന്നത് എന്താ അറിയോ? അന്ന് ലോകത്ത് 2 കല ഏറ്റവും മികച്ചു നിന്നത് അവിടെയാണ്, ശില്പകല, ചിത്രകല. അത് പോയി പഠിക്കാനാണ് പ്രവാചകൻ പറഞ്ഞതെന്നാ. നമ്മുടെ മൗലാനമാർക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ മനസ്സിലാവും? അങ്ങനെയാണെങ്കിൽ ചിത്രം വരച്ചാൽ നരകത്ത് പോകുമെന്ന് പറയുമോ? ശില്പങ്ങൾ തകർക്കാൻ പോവോ? ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ആ ഒരു വാക്യം പറഞ്ഞു. എന്തായാലും ചൈനയുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഉള്ളൊരു ഗുണം, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരെ നേരിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എളുപ്പമില്ല. അവരുടെ മൈൻഡ് സെറ്റ്, ഒന്നാമത് ഒരു ഇന്ത്യൻ നിലവാരത്തിലേക്ക് അവരുടെ ജീവിത നിലവാരവും മാനസിക നിലയും ഒക്കെ എളുപ്പമല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ലതെന്താ, മറ്റൊരു രാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക. അവിടെ പോയി അവരെ പഠിക്കട്ടെ. വേറെ ഒന്നുള്ളത്, അമേരിക്കയേക്കാൾ മറ്റൊരു രാജ്യത്ത് പോയി ചൈനയിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ വളരെ ഉദാരമായ ജനാധിപത്യമുള്ള രാജ്യമാണ്. വളർച്ചയുടെ മാക്സിമത്തിൽ നിൽക്കുന്ന രാജ്യം കൂടിയാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ചൈനയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്തൊക്കെ അവരെ വളരാനും പണിയെടുക്കാനും കാശുണ്ടാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അതെ. പക്ഷേ ആ കാശ് അവർക്ക് യഥേഷ്ടം ചെലവാക്കാനാവുമോ എന്നൊരു ആശങ്കയുണ്ട് ചൈനയിൽ. ബാക്കിയാവും തീർച്ചയായിട്ടും. ചൈനക്ക് അതിന്റെ പരിമിതി. എന്തായാലും ഇതൊരു അതാണ് ജാക്മാ പറഞ്ഞത്. വിമർശകർ ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ സംഭവിക്കുന്ന വിമർശകർ പറയുന്നുണ്ടെങ്കിലും ഇതൊരു വെറും വിസക്കാര്യം മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ ഒരു ലോകക്രമം നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടം. അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റിയ കാര്യം ഒരൊറ്റ കർമ്മത്തിൽ, ഒരൊറ്റ ആക്ഷൻ പ്ലാനിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വദേശി സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എടുക്കേണ്ട ആക്ഷൻ പ്ലാൻ, ഡിജിറ്റൽ മേഖലയുടെ പങ്ക്, ഡിജിറ്റൽ സോവറിറ്റി, അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. അതുകൂടി ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ വൻതോതിൽ ഒരു സമീപകാലത്തെ പ്ലാനിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു മികച്ച അവസരമായിട്ട് ഇത് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലാളികളെ, ഇന്ത്യൻ യൂത്തിനെ, ഇന്ത്യൻ ബ്രെയിൻ വരാതെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് അത് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള സമ്പൂർണ്ണ ഡിജിറ്റൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു വലിയ വഴിയും. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനുള്ളൊരു മാർഗദർശനം നൽകുമെന്നും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം വെറും വാക്കുകൾ പറയുന്ന ഒരു പ്രധാനമന്ത്രി അല്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.